സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ വ്യാജമാണോ? അങ്ങനെ വ്യാജമാണെങ്കിൽ ഇതെങ്ങനെ വിപണിയിൽ വിൽക്കാൻ കഴിയും? ജനങ്ങളെ കബളിപ്പിക്കുകയാണോ ഇതുവഴി ലോട്ടറി വകുപ്പ്? ഇങ്ങനെയുള്ള ആശങ്കകൾ നിരവധിയായിരുന്നു ലോട്ടറി എടുക്കാൻ എത്തുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ലോട്ടറി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന വിപണിയിലും ഈ കാഴ്ചകളും ഈ വർത്തമാനങ്ങളും സജീവമായിരുന്നു. എന്നാൽ ഇതിലൊരു വ്യക്തത വരുത്തുകയാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന എല്ലാ ലോട്ടറി ടിക്കറ്റുകളും എല്ലാ വിധത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ലോട്ടറി വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന എല്ലാ ലോട്ടറി ടിക്കറ്റുകളും സീക്രട്ട് കോഡ്, ബാർകോഡ് ഉൾപ്പെടെയുള്ള 12 സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് അച്ചടിച്ച് പുറത്തിറക്കുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ വ്യാജ ടിക്കറ്റുകളിൽ പുനഃസൃഷ്ടിക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കുന്നത്. ടിക്കറ്റുകളുടെ ആധികാരികത അത് ഒപാക് ടെസ്റ്റ് പാറ്റേൺ ഫിലിം ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നതിന് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വകുപ്പിലുണ്ട് എന്നുള്ള കാര്യം ലോട്ടറി വകുപ്പ് അറിയിക്കുന്നു. അംഗീകൃത ഏജന്റുമാർക്കും ഇത് സംബന്ധിച്ചുള്ള പരിശീലനം നൽകിയിട്ടുള്ളതിനാൽ തന്നെ സമ്മാനത്തിനായി സമർപ്പിക്കപ്പെടുന്ന വ്യാജ ടിക്കറ്റുകൾ തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും വകുപ്പിന് കഴിയുമെന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ലോട്ടറി സമ്മാനത്തിൻ്റെ പേരിൽ വ്യാജ ടിക്കറ്റുകളും വ്യാജ സന്ദേശങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യവും ലോട്ടറി വകുപ്പ് അറിയിക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായും ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ 1930 അതായത് 1930 എന്നുള്ള സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്നുള്ള സൈബർ ക്രൈം പോർട്ടലിലോ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ രജിസ്റ്റർ ചെയ്യാം. മാത്രമല്ല ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ഭാഗ്യക്കുറി വകുപ്പ് പൊതുജനങ്ങൾക്കായി നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിൻ്റെ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. 1ാം സമ്മാനം 30 കോടിയാണ്. 2ാം സമ്മാനവും 3ാം സമ്മാനവും 4ാം സമ്മാനവും ഉൾപ്പെടെ സമ്മാനാർഹമായിട്ടുള്ള ടിക്കറ്റുകൾക്ക് വമ്പൻ സമ്മാനം നൽകുന്ന ടിക്കറ്റ് കൂടിയാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി. സെപ്റ്റംബർ 26-നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്തുകയും ചെയ്യുക. 500 രൂപയാണ് ടിക്കറ്റ് വിലയെങ്കിൽ പോലും 30 കോടിയാണ് 1ാം സമ്മാനം. സ്വാഭാവികമായും ഇതടക്കമുള്ള ടിക്കറ്റുകൾ വിപണിയിൽ സജീവമായി വിറ്റുപോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോട്ടറി വകുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാരികൾക്കും അത് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.